ഹായ് ഓൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 3 മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ സെറ്റിലോട്ട് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു അതിൽ 2 സെക്ഷനാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ്, ടോട്ടൽ 13 മാർക്സ്. 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് മോഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ, സെക്കൻഡ് മോഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ ഓരോ മോഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ വീതം 10 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്യാരീസ് 3 മാർക്സ്. അങ്ങനെ 13 മാർക്സ് ആണ് പാർട്ട് എയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നോർമലി നമ്മൾ പറഞ്ഞല്ലോ 2019 സ്കീമിൻ്റെ ഫസ്റ്റ് എക്സാമാണ്. അപ്പം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോഡ്യൂളാണ്, അടുത്ത 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പോർട്ടബിൾ, സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഏത് മോഡ്യൂളിലാണ്? ഇത് നമ്മുടെ മോഡ്യൂൾ 1 ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണ്? പോർട്ടബിൾ, സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ജാവ നമ്മുടെ സിലബസിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ സിലബസിലുള്ള ലാസ്റ്റ് സെഷനിലുള്ള ഈ ടോപ്പിക്കാണ് ജാവ ബസ് വേർഡ്സ്. ജാവ ബസ് വേർഡ്സ് ഇസ് ഓൾസോ നോൺ ആസ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ അപ്പം ഒന്ന് ജാവ ബസ് വേർഡ്സ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാ ജാവയുടെ ഫീച്ചേഴ്സും എഴുതുക. ഇപ്പം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെ ഫീച്ചേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. പോർട്ടബിൾ, സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. സോ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫീച്ചറിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 മാർക്കല്ലേ, ഓരോ ഫീച്ചറിനും 1 മാർക്ക് വെച്ചിട്ട്. സോ ജാവ പോർട്ടബിൾ എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം ജാവ ബൈറ്റ് കോഡിൻ്റെ പ്രത്യേകത ഉള്ളതാണ് അല്ലേ. സോ ജാവ ഇസ് സെഡ് ടു ബി പോർട്ടബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ടു ക്യാരി ദ ജാവ ബൈറ്റ് കോഡ് ടു എനി പ്ലാറ്റ്ഫോം. ജാവ ബൈറ്റ് കോഡ് നമുക്കറിയാം ഓരോ പ്ലാറ്റ്ഫോമിനും ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാം, ജാവ പോർട്ടബിൾ എന്ന് പറയാൻ കാരണം. It doesn't require any implementation. Second feature is secured. Java secured എന്ന് പറയാൻ കാരണം എന്താണ്? ജാവ ലാംഗ്വേജ് സെക്യൂർഡ് എന്ന് പറയാൻ കാരണം എക്സ്പ്ലിസിറ്റ് പോയിൻ്റർ ഇല്ല. ദെൻ നമുക്കറിയാം ജാവ പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ ജാവ വെർച്വൽ മെഷീൻ്റെ അകത്താണ് റൺ ചെയ്യുന്നത്. ജാവ വെർച്വൽ മെഷീനിലുള്ള ഇൻ്റർപ്രെറ്ററാണ് ഈ പറയുന്ന ജാവ ബൈറ്റ് കോഡിനെ എന്തായിട്ട് മാറ്റുന്നത്? ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്. സോ നമുക്ക് പറയാം ജാവ ലാംഗ്വേജ് സെക്യൂർഡ് for various features such as there is no explicit pointer, then the program run inside a virtual machine. Then third one is class loader. Class loader means it is a part of JRE, means Java Runtime Environment, which is used to load the Java classes into the Java virtual machine dynamically. അപ്പോൾ ക്ലാസ് ലോഡർ ആണ് നമ്മുടെ ഒരു JVM ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലാസ് ലോഡറിൻ്റെ പ്രത്യേകത, ഈ ക്ലാസ് ലോഡറാണ് നമ്മുടെ ജാവ ക്ലാസ്സസ് ജാവ വെർച്വൽ മെഷീനിലോട്ട് ലോഡ് ചെയ്യുന്നത്. അത് ഒരു എക്സ്ട്രാ എന്താണ് സെക്യൂരിറ്റിയാണ്. കാരണം എന്താണ്, ഓരോ ക്ലാസ്സിലുള്ള പാക്കേജസ് ഓരോ സിസ്റ്റത്തിലോട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഓരോ പാക്കേജിലുള്ള, കാരണം ഇന്ന ക്ലാസ് നമ്മൾ ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് പാക്കേജസ് ഉണ്ട് അല്ലേ. അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ആഡ് സെക്യൂരിറ്റി ബൈ സെപ്പറേറ്റിംഗ് ദ പാക്കേജസ് ഫോർ ദ ക്ലാസസ് ഓഫ് ദ ലോക്കൽ ഫയൽ സിസ്റ്റം ഫ്രം ദോസ് ദാറ്റ് ആർ ഇമ്പോർട്ടഡ് ഫ്രം നെറ്റ്വർക്ക് സോഴ്സസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി. Then bytecode verifier means it checks the code fragments for illegal code that can violate access right to objects. അതായത് bytecode verifier എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഇതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെരിഫൈ ചെയ്തിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് കോഡ് വെരിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് ആക്സസ് റൈറ്റ്സ് എല്ലാം കൊടുക്കും. വെരിഫൈ ചെയ്തിട്ടാണ് ഈ bytecode എന്താക്കി മാറ്റുന്നത്, ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രത്യേകതകളുള്ളത് കൊണ്ട് നമുക്ക് പറയാം ജാവ ലാംഗ്വേജ് ഇസ് സെക്യൂർഡ്. ദെൻ തേർഡ് ഫീച്ചർ ഈസ് വാട്ട്? റോബസ്റ്റ്. റോബസ്റ്റ് മീൻസ് സിംപ്ലി മീൻസ് സ്ട്രോങ്. റോബസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? സ്ട്രോങ് മെമ്മറി മാനേജ്മെൻ്റ് ആണ് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത്.
ദെൻ നമുക്ക് പോയിൻറ്റേഴ്സിൻ്റെ എക്സ്പ്ലിസിറ്റ് പോയിൻറ്റേഴ്സ് ഇല്ല എന്ന് നേരത്തെ പറയുന്നു, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യും. Then there is automatic garbage collections in Java which runs on the Java virtual machine to get rid of objects which are not being used by the Java application. അപ്പോൾ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ജാവയിൽ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സിൻ്റെ നമുക്ക് ജാവ ആപ്ലിക്കേഷനിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒബ്ജക്ട്സിനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്തോളൂ. അതുകൊണ്ടാണ് അതിന് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ദെൻ ദർ ആർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ടൈപ്പ് ചെക്കിംഗ് മെക്കാനിസംസ് ഓൾസോ അവൈലബിൾ ഇൻ ജാവ. ഈ അതായത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ജാവ റോബസ്റ്റ് ആണ്, അല്ലെങ്കിൽ ജാവ ഇസ് എ സ്ട്രോങ് റോബസ്റ്റ് ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് യൂസസ് സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് യൂസസ് സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ്, ദെൻ ലാക്ക് ഓഫ് പോയിൻറ്റേഴ്സ്. Then there is an automatic garbage collection is available in Java. Then exception handling, type checking mechanisms also available in Java. All these features makes the Java robust. Okay. First question അപ്പോൾ ഇതാണ്, എക്സ്പ്ലെയിൻ ദ പോർട്ടബിൾ സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. നമുക്കറിയാം ജാവയുടെ ഫീച്ചേഴ്സ് ഇത് മാത്രമല്ല, ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം ക്വസ്റ്റ്യനിൽ എന്താണ് ഈ 3 ഫീച്ചേഴ്സ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് വിത്ത് എ സ്യൂട്ടബിൾ ജാവ പ്രോഗ്രാം. അതായത് ഒരു നമ്മുടെ ഒബ്ജക്റ്റും ക്ലാസ്സും എന്താണ്, ആ കൺസെപ്റ്റ് എന്താണ്, ഒരു ജാവ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് ജസ്റ്റ് എന്താണ് ക്ലാസ് എന്താണെന്ന് ആദ്യം പറയാം. ക്ലാസ് എന്താണ്? ഇറ്റ്സ് എ കോർ ഓഫ് ജാവ ലാംഗ്വേജ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടെംപ്ലേറ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ബിഹേവിയേഴ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് എ ന്യൂ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഡെഫിനിഷൻ പറയാം. അത് നമുക്ക് ഒറ്റ വാക്കി പറയാം, ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഹാവിങ് സിമിലർ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒരു മെയിൻ പോയിൻ്റ് ഇതാണ്, ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ്. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഒരു ഡേറ്റ മെമ്പേഴ്സും ഉണ്ടാവും, മെത്തേഡ്സും ഉണ്ടാവും. ആ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് നമ്മൾ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയും. പിന്നെ ദ കോഡ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദിസ് ഡേറ്റ, അതിനെ മെത്തേഡ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം, ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസും പിന്നെ എന്തുണ്ടാവും, മെത്തേഡ്സും ഉണ്ടാവും. ഈ മെത്തേഡ്സ് ഡേറ്റ ഓഫ് ദ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ദ ഡേറ്റ ഓഫ് ദ വേരിയബിൾസ് ദാറ്റ് ആർ ഡിഫൈൻഡ് വിത്തിൻ ദ ക്ലാസ് ആണ്. ഇനി ഈ ഡേറ്റയിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മെത്തേഡ്. ഓക്കെ, ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും കൂടെയാണ് നമ്മൾ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയാം. ജസ്റ്റ് എന്താണ് എൻ്റെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് വിത്ത് എ സ്യൂട്ടബിൾ ജാവ പ്രോഗ്രാം. ജസ്റ്റ് ക്ലാസിൻ്റെ ഡെഫിനേഷൻ എഴുതുക, ദെൻ ഒബ്ജക്റ്റിൻ്റെ ഡെഫിനേഷൻ എഴുതുക, എന്നിട്ട് പറയാം എന്തൊക്കെയാണ് നമ്മൾ ക്ലാസിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ ക്ലാസ് ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് data and methods. A data of the variables that data of the variables that is defined within the class നമ്മൾ എന്ത് പേര് പറയും? ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഇനി the code that operates on ഈ ഡേറ്റയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കോഡിന് നമ്മൾ എന്ത് പറയും? മെത്തേഡ്സ് എന്ന് പറയും. ഇനി ഈ പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയും ഈ പറയുന്ന മെത്തേഡ്സിനെയും കൂടെ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് എന്ത് പറയും? ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ സ്യൂട്ടബിൾ ജാവ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്.
അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് യു നീഡ് ടു എന്താണ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇനി അതിൻ്റെ സിൻടാക്സ് പറയാം. സിൻടാക്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ക്ലാസ് നെയിം, പിന്നെ ഫീൽഡ് മെത്തേഡ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ മെമ്പർ. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ ചേർത്ത് എന്ത് പറയും? ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഒരു ക്ലാസ് ക്ലാസിൻ്റെ സിൻടാക്സ്. ഇനി ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? അതിൻ്റെ സിൻടാക്സും കൂടി എഴുതി വയ്ക്കുക. എങ്ങനെയാണ്? ക്ലാസ് നെയിം വേരിയബിൾ ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ഓക്കെ, ഇത് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജാവ പ്രോഗ്രാം എഴുതാം, സിമ്പിൾ ഒരു ജാവ പ്രോഗ്രാം എഴുതാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും നെയിമും കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീവേഡാണ്. സ്റ്റുഡൻ്റ് എന്നത് ക്ലാസ്സിൻ്റെ പേരാണ്. ഇനി ഈ റോൾ നമ്പറും നെയിമും അതെന്ന് പറഞ്ഞാൽ ഡേറ്റയാണ്, അല്ലെങ്കിൽ വേരിയബിൾസാണ്. അതിന് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയും. ഇനി നമ്മൾ ഈ ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ മെത്തേഡാണ്. മെത്തേഡ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ഡേറ്റ. ഈ മെത്തേഡാണ് നമ്മൾ ഈ ഡേറ്റയിലോട്ട് ഓപ്പറേറ്റ്, അതാണ് റോൾ നമ്പറും നെയിമും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ മെത്തേഡ്. ഇനി ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ മെത്തേഡിനും കൂടെ ഞാൻ ചേർത്ത് എന്ത് പറയും? ക്ലാസ് മെമ്പേഴ്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒരു ബോക്സിൻ്റെ അകത്താക്കി പോയിൻ്റ് ഔട്ട് ചെയ്യുക ഇതൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ക്ലാസ് ഡിഫൈൻ ചെയ്തു. ഇനി ആരെ വേണം? നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args. ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്ലാസിൻ്റെ പേരെന്താണ്? സ്റ്റുഡൻറ്റ്. സോ സ്റ്റുഡൻറ്റ് ദെൻ വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ്. അപ്പോൾ മൈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. ഇനി എനിക്ക് മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? മൈ OBJ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ്. ഇങ്ങനെ വിളിക്കുമ്പം നേരെ ഇത് എങ്ങോട്ട് പോവും? ഇവിടെയോട്ട് പോവും. ഓക്കെ, ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് എന്താണെന്ന് എഴുതുക, ദെൻ ഒബ്ജക്റ്റ് എന്താണെന്ന് എഴുതുക, ദെൻ ഈ ക്ലാസ് മെമ്പേഴ്സ് എന്താണെന്ന് പറയുക, ദെൻ അതിൻ്റെയൊക്കെ സിൻടാക്സ്, ക്ലാസിൻ്റെ സിൻടാക്സ് എന്താണെന്ന് എഴുതുക, ഒബ്ജക്റ്റിൻ്റെ സിൻടാക്സ് എന്താണെന്ന് എഴുതുക, ദെൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് 2 ക്വസ്റ്റ്യനും വരുന്നത് ഏതാണ്? ഫസ്റ്റ് മോഡ്യൂളിലാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.